ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റഡി ബ്ലോഗ് അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് ഈ ആഴ്ച തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്ലോഗ് നമ്മൾ എന്തൊക്കെ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആസ് ആൻ ഈസി സ്റ്റുഡൻറ്റ്. അപ്പോൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകാർക്ക് ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അത് റെഫർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈസി സ്റ്റുഡൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആസ് എ ബിഗിനർ എന്നുള്ളൊരു നിലയിൽ വേണ്ടത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അത് സി പ്രോഗ്രാമിംഗ് ആണ്. എല്ലാവരും ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സി പ്രോഗ്രാമിംഗ് ആയിരുന്നു. അതിപ്പം 2024 വരുന്ന സ്കീമുകാർക്ക് പൈത്തൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൈത്തണോ സി പ്രോഗ്രാമിങ്ങോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നല്ലോണം ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണം. അത് ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങളുടെ റെസ്യൂമെ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സി പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അതൊരു എംബഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൈക്രോ കൺട്രോളർ എല്ലാവരും യൂസ് ചെയ്യും. അപ്പോൾ അതൊരു കോർ ഫീൽഡിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് സി പ്രോഗ്രാമിങ്ങിനെക്കാട്ടിലും എളുപ്പമാണ് പൈത്തൺ പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഇത് നമ്മുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യാനും ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ഒക്കെ വാല്യൂ കൂട്ടാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് ഒരു കോർ കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാൻ +2 പൈത്തൺ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പൈത്തൺ ആണ്. ഞാൻ സി പ്രോഗ്രാമിംഗ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പൈത്തൺ ആണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആണ് ഇലക്ട്രിക്കൽ ഫണ്ടമെന്റൽസ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ 4 വർഷം പഠിക്കുന്ന സബ്ജക്റ്റിന്റെ എല്ലാം ബേസിക് തിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ അത് അവിടെ കളഞ്ഞിട്ട് പോകരുത്. കാരണം ഇതിൻ്റെയൊക്കെ യൂസ് വരുന്നത് നമുക്ക് പിന്നെ 4th ഇയർ വരുമ്പോഴായിരിക്കും. മറ്റേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം എല്ലാം നമ്മളുടെ മെയിൻ ഇപ്പം അത്യാവശ്യം നമ്മൾ കോർ സബ്ജക്റ്റിനെങ്കിലും ബേസിക്സ് അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് അനലോഗ് ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും. അപ്പം അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസിയിൽ തന്നെ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾ NPTEL കോഴ്സും എല്ലാം ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ അനലോഗ് ഡിജിറ്റൽ അതിൻ്റെ എല്ലാം നമ്മൾ ചുമ്മാ തിയറി പോർഷൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അത് കൂടാതെ തന്നെ നമ്മൾ ഇന്റർനെറ്റിൻ്റെ ഉപയോഗം ചെയ്യണം. പിന്നെ ബുക്കെല്ലാം നമ്മൾ റെഫർ ചെയ്യണം. പിന്നെ എക്സ്പെരിമെന്റ്സ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ എത്തുമ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡൊക്കെ വാങ്ങിയിട്ട് ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ യൂട്യൂബിൽ നോക്കി ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് നമ്മളിപ്പം ഒരു സ്പെസിഫിക് ഒരു കമ്പോണന്റ് എടുത്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മൈക്രോ കൺട്രോളർ എടുത്തിട്ട് അതിന്റെ പിന്നിന്റെ വർക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാൻ, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SMS, ഇമെയിൽ, ഫേസ്ബുക്ക്, ഗൂഗിൾ അങ്ങനത്തെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും കമ്പനി പാഷൻ ഉണ്ടെങ്കിൽ ആ കമ്പനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിന്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്തൊക്കെ അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നെറ്റ്വർക്കിംഗ് ഈസിയിൽ തന്നെ വളരെ സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്. ഇപ്പം ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിലൂടെയാണ് നെറ്റ്വർക്കിംഗ്. ഇപ്പോൾ ഈസിയിൽ നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ള ജോബ്സ് ഏതൊക്കെയാണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. പിന്നെ നെറ്റ്വർക്കിംഗ് എന്തുവാണെന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 2 or more computers connects together to share resources. അതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ യൂസ് വരുന്ന ബിസിനസ് മാനേജിനൊക്കെയാണ്. അത് ഫ്യൂച്ചർ നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. പിന്നെ അതുമല്ല ഡേ ബൈ ഡേ അതിന്റെ വാല്യൂ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് നമുക്ക് പഠിക്കണം കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ലിനക്സ് OS അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സ്ക്രിപ്റ്റിങ് അത് നമ്മുടെ പ്രൊഫൈൽ വാല്യൂ തന്നെ ഇംപ്രൂവ് ആക്കും ഈ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെയ്യുവാണെങ്കിൽ. അപ്പം പിന്നെ നമുക്ക് ഇത് ഞാൻ നിർബന്ധം പറയത്തില്ല. ഇത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊരു മൈക്രോ കൺട്രോളർ അത് ഏതെങ്കിലും ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ നല്ല മൈക്രോ കൺട്രോളേഴ്സ് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മൈക്രോ കൺട്രോളർ വാങ്ങി അത് ഉപയോഗിച്ച് പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ സോഫ്റ്റ് സ്കിൽസ്. ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എനിക്ക് ഒട്ടും സോഫ്റ്റ് സ്കിൽസ് ഞാൻ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനെ നിങ്ങൾ സോഫ്റ്റ് സ്കിൽസും കൂടി ഇതിന്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട്, ഇൻഡീഡ് ആ പ്രൊഫൈലെല്ലാം നിങ്ങൾ നല്ലോണം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിന് എങ്ങനെയൊക്കെയാണ് നല്ലോണം ആക്റ്റീവായി വെക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഈസി സ്റ്റുഡൻറ് എന്ന നിലയിൽ നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം നിങ്ങൾ ഫ്യൂച്ചറിൽ കോർ ഫീൽഡാണോ IT ഫീൽഡാണോ ചൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാമേ ഒരു കോർ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കോർ കമ്പനിയിൽ തന്നെ ജോലി വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്യണം.
പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പാഷൻ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു സ്കില്ല് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ആസ് എ ബിഗിനർ ആണ് ഇപ്പോൾ ഞാൻ ഈ സി പ്രോഗ്രാമിങ്ങിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പോൾ റാസ്ബെറി പൈയോ അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചത് വളരെ കുറവ് ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അധികം ആൾക്കാർ ചെയ്യാത്ത VLSI അങ്ങനത്തെ കുറേ എന്താ പറയുക അങ്ങനത്തെ സ്കിൽസ് ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം ഏതൊക്കെയാണ് സ്കോപ്പ് ഉള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.